വളരെ പോപ്പുലറായിട്ടുള്ളൊരു ഡിഷാണ് ചിക്കൻ ടിക്ക. കാണാനും നല്ല ലുക്കാണ്. പക്ഷേ ഇത് ഉണ്ടാക്കാൻ നല്ല സിമ്പിളാണ്. നമ്മൾ വീട്ടിൽ സാധാരണ ഉണ്ട് സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ചിക്കൻ ടിക്ക ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഓവൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ഫ്രൈ പാനിൽ വെച്ചിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് എങ്ങനെയാണ് ചിക്കൻ ടിക്ക ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യണേ. നമ്മുടെ ചിക്കൻ ടിക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. 1/4 കിലോ ചിക്കൻ. ഇത് ഞാൻ ബോൺലെസ് പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിനെ ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഒരു മീഡിയം സൈസിൽ, അതായത് ചിക്കൻ ടിക്കൻ്റെ ഒക്കെ ആ ഒരു സൈസിൽ തന്നെ. എന്നിട്ട് അതിനെ ഞാൻ നല്ലോണം വാഷ് ചെയ്തിട്ട് ഒരു അരിപ്പയിലിട്ട് വെച്ചിരിക്കുകയായിരുന്നു, അതിൽ വെള്ളം ഫുള്ള് പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നിങ്ങളിത് കുറച്ച് നേരത്തെ തന്നെ വാഷ് ചെയ്ത് ഇതേപോലെ അരിപ്പയിലിട്ട് വെക്കും കേട്ടോ. വെള്ളം കംപ്ലീറ്റ് പോകണം, എന്നാലേ ഇതിനുള്ള മസാല ഈ ചിക്കൻ പീസസിൽ നല്ലോണം പിടിക്കുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് വെള്ളം കംപ്ലീറ്റ് ഡ്രൈ ചെയ്ത് കളയണമെന്ന് പറഞ്ഞത്. ഇനി നമുക്ക് ഇതിലെ മസാലയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ചേർക്കാം. ആദ്യം തന്നെ തൈരാണ്. നല്ല കട്ട തൈര് ഒരു 4 ടേബിൾ സ്പൂൺ ആവശ്യമാണ് നമുക്ക്. 250 ഗ്രാമിലേക്കാണ് കേട്ടോ 4 ടേബിൾ സ്പൂൺ. പിന്നെ ഇവിടുത്തെ തൈരിലധികം വെള്ളം ഉണ്ടാവില്ല, നല്ല കട്ടയുണ്ട തൈരായിരിക്കും, അതുകൊണ്ട് കുഴപ്പമില്ല. നാട്ടിലെ തൈര് ഒന്നുകൂടെ ലൂസായിരിക്കും. അപ്പോൾ അത് കുറച്ച് നേരത്തെ തന്നെ ഒരു അരിപ്പയിൽ എടുത്ത് വെക്കുക, അതിൽ വെള്ളം ഒന്ന് വാർന്ന് പോകാൻ വേണ്ടിയിട്ടാട്ടോ. ഇനി വേണ്ടത് മുളക് പൊടിയാണ്. അപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി, നമ്മുടെ എരിവിനനുസരിച്ചാണ്. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. പിന്നെ നമുക്കിതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ സൺഫ്ലവർ ഓയിലിന് ചേർത്താൽ മതി കേട്ടോ, വെളിച്ചെണ്ണ ഒന്നും ചേർക്കരുത്. പിന്നെ ഇത് കസൂരി മേത്തിയാണ് കേട്ടോ. ഇത് നിർബന്ധമില്ല, കയ്യിലുള്ളവർ ഇട്ടാൽ മതി. എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളതുകൊണ്ട് ഞാൻ ഇടുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് 1 ടീസ്പൂൺ കസൂരി മേത്തിയാണ്. അത് കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇത് നിർബന്ധമില്ല കേട്ടോ, ഇല്ലാത്തവർ സ്കിപ്പ് ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല ഇല്ലെങ്കിലും. ഇനി നമുക്കിതിലേക്കുള്ള നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീരാണ് കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തോളൂ, എന്നാലേ ആ തൈരിൽ ഈ പൊടികളും എല്ലാം ഒന്ന് നല്ലോണം ശരിക്ക് പിടിച്ച് കിട്ടുള്ളൂ. അപ്പോൾ കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ തന്നെ ഞാൻ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഫുഡ് കളർ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫുഡ് കളർ ഒരു നിർബന്ധമില്ല കേട്ടോ ചേർക്കണമെന്ന്. നമ്മൾ ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു സ്റ്റൈൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചേർത്തത്. അപ്പോൾ ഒരു നിർബന്ധമില്ല, ഇത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഞാനിപ്പോൾ എന്തായാലും കുറച്ച് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിനെ ഇതേപോലെ ക്യൂബായി കട്ട് ചെയ്തത്, അതേപോലെ തന്നെ ഒരു തക്കാളി എടുത്തിട്ട് അതിനെ ഇതേപോലെ ക്യൂബായിട്ട് കട്ട് ചെയ്യണം. തക്കാളിൻ്റെ ഉള്ളിൽ ആ കുരു കളയണം കേട്ടോ, കളഞ്ഞിട്ട് വേണം ഇതേപോലെ കട്ട് ചെയ്തെടുക്കാൻ. പിന്നെ ഒരു സവാളേനെ ഇതുപോലെ ക്യൂബായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതും കൂടെ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച മസാലയല്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ചിക്കൻ്റെ കൂടെ ഇതും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് വേണം നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിലെ മസാലയൊക്കെ ഈ സവാളയിലും ക്യാപ്സിക്കത്തിലും ഒക്കെ നല്ലോണം ഒന്ന് പിടിക്കും. അപ്പോൾ ഇതും അതിൻ്റെ കൂടെ നമ്മൾ ആ സ്റ്റിക്കിൽ കോർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ തന്നെ ചേർക്കുന്നത് കേട്ടോ. എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടിച്ചിട്ട് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. മസാലയൊക്കെ അതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അരമണിക്കൂർ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുക. ഇത് ക്ലോസ് ചെയ്തിട്ട് വേണം കേട്ടോ വെക്കാൻ. അതിനുശേഷം ഇതാണ് നമുക്ക് വേണ്ട സ്റ്റിക്സ്. ഇതിലാണ് നമ്മൾ കോർത്തെടുക്കുന്നത് ഈ ചിക്കനും ക്യാപ്സിക്കും എല്ലാം കൂടെ. ബാംബൂ സ്റ്റിക്സ് എന്ന് പറയും. ഇത് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഷോപ്പുകളിലും കിട്ടും. അതായത് ഈ ഗ്രിൽഡ് ഐറ്റംസിൻ്റെ സാധനങ്ങളിലെ ഗ്രില്ല് ചെയ്യാണ്ട് അതുണ്ടാകുന്ന ഭാഗത്തായിരിക്കും ഇത് വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ടാകും. ഇനിയിപ്പോൾ ഈ നാട്ടിലിത് കിട്ടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നമ്മുടെ പച്ച ഈർക്കിൽ വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ നോക്കിയിട്ടില്ല, പറ്റുമായിരിക്കും എന്ന് എനിക്ക് തോന്നൽ കേട്ടോ, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഈ സാധനം നമ്മൾ എടുക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് തന്നെ ഇതും വെള്ളത്തിലിട്ട് വെക്കാം. അത് കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെയാണ്. ഇപ്പോൾ നമ്മുടെ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. അതേപോലെ നമ്മുടെ ബാംബൂ സ്റ്റിക്സ് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടിരുന്നു, അതും എടുത്തിട്ടുണ്ട്. അതിൻ്റെ കളറ് ചെറുതായിട്ട് മാറിയത് കണ്ടോ, വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് എടുത്തപ്പോൾ. ഇനി നമുക്ക് ഇതിൽ ഓരോന്ന് വീതം കോർത്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു പാറ്റേണിൽ തന്നെ കോർത്തിട്ട് പോവാം. ഞാനിപ്പോൾ ആദ്യം ക്യാപ്സിക്കം, പിന്നെ തക്കാളി, പിന്നെ ഉള്ളി, പിന്നെ ചിക്കന് ആ ഒരു ഓർഡറിലാണ് കോർക്കുന്നത്. അപ്പോൾ അതേപോലെ ഏതെങ്കിലും ഒരു ഓർഡറിൽ ഒരു പാറ്റേണിൽ തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും കേട്ടോ. അപ്പോൾ എൻ്റെ ഇപ്പോൾ ഈ സ്റ്റിക്കിൻ്റെ ഒരു വലിപ്പം അനുസരിച്ചിട്ട് ഒരു സ്റ്റിക്കിൽ ഏകദേശം 4 പീസ് ചിക്കൻ വെക്കാൻ പറ്റും.
അത് നമ്മുടെ സ്റ്റിക്കിൻ്റെയും അതേപോലെ ഇത് വെക്കാൻ പോകുന്ന പാനിൻ്റെയും വലുപ്പം നോക്കിയിട്ട് വേണം കേട്ടോ സ്റ്റിക്ക് വാങ്ങാൻ. അപ്പോൾ അങ്ങനെ ചെയ്യുക. ഇപ്പോൾ എൻ്റേതിപ്പോൾ ഏകദേശം ഒരു സ്റ്റിക്ക് ഫിനിഷ് ആവാനായി. ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇതാ ഒരു സ്റ്റിക്ക് ഫിനിഷായിട്ടുണ്ട്. അതിൻ്റെ ലാസ്റ്റ് വെക്കാനുള്ളത് ഞാൻ വെക്കണതേ ഒരു സ്റ്റിക്ക് ഫിനിഷായി. ഇനി അത് നമ്മളിവിടെ വെക്കാം. അങ്ങനെ ഇപ്പോൾ ഇതേപോലെ ഞാൻ 3 സ്റ്റിക്കും കോർത്തെടുത്തിട്ടുണ്ട്. ഇത് എല്ലാത്തിലും 4 പീസ് ചിക്കൻ വീതം വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. ടോട്ടൽ 12 പീസ് ചിക്കനായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഇനി ഇതിനെ നമുക്ക് നമ്മുടെ ഫ്രൈ പാനിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഫ്രൈ പാൻ മീൻസ് ഞാനിവിടെ നമ്മുടെ അപ്പമൊക്കെ ചൂടില്ലേ, ദോശയൊക്കെ ഉണ്ടാക്കുന്ന ചട്ടിയില്ലേ, അതാണ് എടുത്തിട്ടുള്ളത്. കാരണം ഇതിൻ്റെ സ്റ്റിക്ക് ഇങ്ങനെ പുറത്തേക്ക് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഫ്രൈ പാൻ ആകുമ്പോൾ ഒന്നുകൂടെ ഒരു കുഴി ഉണ്ടാവില്ലേ, അപ്പോൾ ഈ സ്റ്റിക്ക് കറക്റ്റ് പുറത്തേക്ക് നിൽക്കില്ല. സ്റ്റിക്ക് നിൽക്കുമ്പോൾ അത് ചിക്കനൊന്നും താഴെ തട്ടുമില്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ അതിനനുസരിച്ച് വെച്ച് കൊടുക്കണം. പക്ഷേ ഇതുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലത് ഇതാണ്. ഇത് നോൺ സ്റ്റിക്കിൻ്റെ എടുക്കണം കേട്ടോ, അല്ല സാധാ നമ്മുടെ അപ്പച്ചട്ടി എടുക്കരുത്. നോൺ സ്റ്റിക്കിൻ്റെ ഇങ്ങനത്തെ ഇല്ലേ നമ്മുടെ ചപ്പാത്തിയൊക്കെ ചൂടുന്നത്, അപ്പോൾ അതുണ്ടെങ്കിൽ അതെടുക്കുക, അതായിരിക്കും നല്ലത്. എന്നിട്ട് അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ. അത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് ചട്ടി നല്ലോണം ഒന്ന് ചൂടായി വരുമ്പോൾ അതൊന്ന് ലോ ഫ്ലെയിമിലേക്ക് ഇടുക. ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് വേണം നമ്മുടെ ചിക്കൻ്റെ സ്റ്റിക്സ് വെച്ച് കൊടുക്കാൻ കേട്ടോ. ഇനി നമ്മൾ കംപ്ലീറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് അത് കുക്ക് ചെയ്യേണ്ടത്. ഫ്ലെയിം കൂട്ടി വെക്കുകയോ ചെയ്യരുത്, പെട്ടെന്ന് കരിഞ്ഞു പോവും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്യാൻ. പിന്നെ ഇത് കുക്കായോ നോക്കാനൊക്കെ നല്ല സിമ്പിളാണ്. സ്റ്റിക്കുമ്മലായതുകൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്ക് സ്റ്റിക്ക് ഇങ്ങനെ പൊക്കി നോക്കിയാൽ മതി. അപ്പോൾ അതിൻ്റെ താഴെ ഭാഗം കുക്കായോ എന്നൊക്കെ അറിയാൻ പറ്റും. അങ്ങനെ ഒരു ഭാഗം കുക്കായാൽ ഒന്ന് തിരിച്ചിട്ട് വെച്ച് കൊടുക്കാം. അങ്ങനെ എല്ലാ ഭാഗവും ഇതിൻ്റെ ഒരു 4 സൈഡും കംപ്ലീറ്റ് നമ്മൾ ഇതേപോലെ കുക്ക് ചെയ്ത് എടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഇത് തിരിച്ചു കൊടുക്കാനും സുഖമാണ്. നമുക്ക് ചട്ടകമൊന്നും വേണ്ട, ആ സ്റ്റിക്കുമ്പോൾ പിടിച്ചിട്ട് തന്നെ ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ മതിയാകും കേട്ടോ. പിന്നെ ഇങ്ങനെ ആയാൽ വേവോ എന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷെ ഒരു കുഴപ്പമില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ ഇത് കുക്കായി കിട്ടും. ചിക്കൻ ആയതുകൊണ്ട് തന്നെ ചിക്കൻ അധികം വേവിൻ്റെ ആവശ്യമില്ല. ചെറിയ ടൈം കൊണ്ട് തന്നെ ചിക്കൻ വേവും. അതുകൊണ്ട് തന്നെ നന്നായിട്ട് കുക്കായി കിട്ടുകയും ചെയ്യും കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ടിക്ക ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് സെർവ് ചെയ്യാം. ഞങ്ങളുടെ ഇന്നത്തെ ഡിന്നറാണ് കേട്ടോ ഇത്. അതിൻ്റെ കൂടെ ഞാൻ കുബൂസും പിന്നെ നമ്മുടെ ഗാർലിക് സോസ് അത് ഞാൻ വീട്ടിലുണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ. അതും കൂടെയാണ് വെച്ചിട്ടുള്ളത്. ഇതാണ് ഞങ്ങളിന്ന് കഴിക്കാൻ പോകുന്നത് രാത്രി കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ നല്ല സിമ്പിളാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ. ഇങ്ങനെ സ്റ്റിക്കിൽ വെച്ചിട്ടായതുകൊണ്ട് തന്നെ അവർക്ക് നല്ലൊരു ഇഷ്ടം. പിന്നെ വലിയ എരിവുണ്ടാവില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനും ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയിലൂടെ ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ കമൻസൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ.